വെൽക്കം ടു SSC മലയാളി. ഈ ക്ലാസ്സിലെ നമ്മുടെ ടോപ്പിക് പൊളിറ്റിയിലെ സുപ്രീം കോർട്ടാണ്. അപ്പോൾ SSC RRB പരീക്ഷകൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നമ്മുടെ സുപ്രീം കോർട്ട് എന്താണെന്നും അവിടെ എന്താ നടക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സുപ്രീം കോർട്ട്. ഈ സുപ്രീം കോർട്ട് വന്ന വഴി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമുക്കറിയാം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടൻ 1773 ഒരു റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കൊൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് പ്രപ്പോസ് ചെയ്യേണ്ടായി. അങ്ങനെ 1774 കൊൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സർ എലിജ ഇംബെയാണ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോർട്ടാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 1935 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. അപ്പൊ ഈ ആക്ടിൽ ഒരു ഫെഡറൽ കോർട്ട് എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1937 ഒക്ടോബർ 1 ഒരു ഫെഡറൽ കോർട്ട് ഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ചീഫ് ജസ്റ്റിസ് മോറിസ് ഗ്വായോർ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 1950 ജനുവരി 28 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോർട്ട് ഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഹരിലാൽ ജെ കെനിയ ആണ്. അത് ഓർത്ത് വെക്കുക. 1950 ജനുവരി 28 വരുന്നത്, ഡൽഹിയിലാണ് വരുന്നത്. ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. ഓക്കെ, ഇനി ഏത് ആർട്ടിക്കിൾ ആണ് നമ്മുടെ സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്നത്? പാർട്ട് 5 എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. അതിലെ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ഇനി ആർട്ടിക്കിൾ 124 എന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്. നമ്മുടെ സുപ്രീം കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അതിന്റെ ഭരണഘടനയുമാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 124 പറയുന്നത്. ഇനി നമ്മുടെ സുപ്രീം കോർട്ടിൽ എത്ര ജഡ്ജിമാരുണ്ട്? അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്? സുപ്രീം കോർട്ട് ഫോം ചെയ്ത സമയത്ത് 1950 ജനുവരി 28 ഡൽഹിയിൽ ഫോം ചെയ്ത സമയത്ത് അവിടെ 8 ജഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചീഫ് ജസ്റ്റിസും 7 ജഡ്ജസും. പിന്നീട് 2008 അമെന്റ്മെന്റ് വഴി അത് 31 ജഡ്ജസ് ആയിട്ട് മാറി. 30 ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും. പിന്നെ അവസാനമായിട്ടുള്ള അമെന്റ്മെന്റ് വരുന്നത് 2019 അതിൽ സുപ്രീം കോടതിയുടെ സ്ട്രെങ്ത് 34 മാറി. 33 ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും. ഇനി സുപ്രീം കോടതിയുടെ ലാംഗ്വേജ് ഏതാണ്? സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഓർത്തു വെക്കാം. ഇനി എങ്ങനെയാണ് ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യുന്നത്? അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും. ഈ സീനിയോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായം നോക്കിയിട്ടല്ല, മറിച്ച് എങ്ങനെയാ, ഈ ഒരു സുപ്രീം കോർട്ടിൽ വന്ന സമയം നോക്കിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർവീസ് നോക്കിയിട്ടാണ് സീനിയോറിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ് എന്തായിട്ട് മാറുന്നത്? ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറുന്നത്. ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആഫ്റ്റർ കൺസൾട്ടിംഗ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. അത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും മറ്റ് ജഡ്ജിമാരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം പ്രസിഡന്റ് ആണ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി മറ്റ് ജഡ്ജസ് നമ്മൾ പറഞ്ഞു 33 ജഡ്ജസ് ഉണ്ട്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ആഫ്റ്റർ കൺസൾട്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇപ്പൊ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും വേറെ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജസിനെയും കൺസൾട്ട് ചെയ്ത് പ്രസിഡന്റ് ആണ് ബാക്കി ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടും തീരുമാനം എടുക്കുന്ന ഒരു കൊളീജിയമാണ്. കൊളീജിയം എന്ന് പറഞ്ഞാൽ 5 പേരുടെ ഒരു ഗ്രൂപ്പാണ്. 4 സീനിയർ സുപ്രീം കോർട്ട് ജഡ്ജസും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ചേർന്ന കൊളീജിയമാണ് ഈ ഒരു ബാക്കി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇനി ഓത്ത് അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു. ഇനി എന്താണ്? സത്യപ്രതിജ്ഞ. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാര് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ബിഫോർ പ്രസിഡന്റിന്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ സം പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ഹിം. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മുമ്പിലാണ് സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ഓത്ത് ചൊല്ലുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചർ കണ്ടില്ലേ? ദ്രൗപദി മുർമുവിന്റെ മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ഇനി റെസിഗ്നേഷൻ. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് പറഞ്ഞു, സത്യപ്രതിജ്ഞ പറഞ്ഞു. ഇനി റെസിഗ്നേഷൻ വരുന്നത് ആർട്ടിക്കിൾ 124 രണ്ടാമത്തെ സെഷനിലാണ് എന്ത് വരുന്നത്? റെസിഗ്നേഷൻ വരുന്നത്. ഇത് രാജിക്കത്ത്. ഒരു സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻസ്. ആർക്കാണ് ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുക? ക്വാളിഫിക്കേഷൻ എന്താണ്? അത് ആർട്ടിക്കിൾ 124 മൂന്നാമത്തെ സെഷനിലാണ് പറയുന്നത്.
അപ്പോൾ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം ഒരു ഇന്ത്യൻ ആയിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. പിന്നെ 3 കണ്ടീഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ ഹൈക്കോർട്ടിൽ 5 വർഷം ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ 10 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അതും അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. പ്രസിഡന്റിന്റെ ഒപ്പീനിയനിൽ ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. എന്താ ഈ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ജൂറിസ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമോൺ ഹു ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ഡീറ്റെയിൽസ് ഓഫ് ദ ലീഗൽ സിസ്റ്റം ആണ്. എന്നുവെച്ചാൽ ഈ നിയമ സംവിധാനത്തെ കുറിച്ച് നന്നായിട്ട് അറിവുള്ള, വ്യക്തമായ ധാരണയുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ജൂറിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് പ്രസിഡന്റിന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹാസ് ഹെൽഡ് എ ജുഡീഷ്യൽ ഓഫീസ് ഫോർ അറ്റ്ലീസ്റ്റ് 15 years ആണ്. 15 വർഷത്തോളം ഒരു ജുഡീഷ്യൽ ഓഫീസ് ഹെൽഡ് ചെയ്ത ഒരാൾ, അതാണ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ്? ഇന്ത്യക്കാരനായിരിക്കണം, ഹൈക്കോർട്ടിൽ 5 വർഷം ജഡ്ജായിട്ടിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ 10 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഈ വക്കീലോ ജഡ്ജിയോ ഒന്നും അല്ലെങ്കിലും എന്താവാൻ പറ്റും? സുപ്രീം കോടതി ജഡ്ജ് ആവാൻ പറ്റും. അതിനെന്താ വേണ്ടത്? ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം ഇൻ ദ ഒപ്പീനിയൻ ഓഫ് പ്രസിഡന്റ്. ഇനി ഏജ്, പ്രായം. നോ മിനിമം ഏജ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള മിനിമം ഏജിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു മാക്സിമം ഏജ് ഉണ്ട്, 65 വയസ്സ്. 65 വയസ്സിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി എന്താവും? റിട്ടയർ ആവും. ഇനി ടെണർ ഉണ്ടോ? കാലാവധി ഉണ്ടോ? ഇല്ല. നോ ഫിക്സഡ് ടെണർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു 5 വർഷം മാത്രമേ പദവിയിൽ തുടരാവൂ, അങ്ങനെയൊന്നുമില്ല. നോ ഫിക്സഡ് ടെണർ എന്ന് വെച്ചാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് ജോലിയിൽ കയറി 65 വയസ്സ് വരെ എന്ത് ചെയ്യാം? ആ ഒരു സ്ഥാനത്ത് തുടരാൻ പറ്റും. ഇനി ഇംപീച്ച്മെന്റ്. ഇനി ആർട്ടിക്കിൾ 124 4ാമത്തെ സെഷനിലാണ് ഇംപീച്ച്മെന്റ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഓൺലി ഗ്രൗണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നമുക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ? പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഈ ഒരു ഗ്രൗണ്ടിൽ മാത്രമേ ഇംപീച്ച്മെന്റ് നടത്താൻ പറ്റുള്ളൂ. പ്രൊസീജിയർ ഈസ് സെയിം ഫോർ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും ഒരേ പ്രൊസീജിയർ തന്നെയാണ് ഇംപീച്ച്മെന്റിനുള്ളത്. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരു മോഷൻ വരും, ഒരു പ്രമേയം വരും. അത് പ്രസിഡന്റിനെ അഡ്രസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ടു പ്രസിഡന്റിന് കൊടുക്കുന്ന രീതിയിൽ ഒരു മോഷൻ വരും. എന്നിട്ട് അത് ലോക്സഭയിലും വരാം, രാജ്യസഭയിലും വരാം. ഇപ്പൊ ലോക്സഭയിലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ 100 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? അതിന് സൈൻ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? അത് സ്പീക്കറിന് കൈമാറും. ഇനി രാജ്യസഭയിലാണ് വരുന്നതെങ്കിൽ 50 മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ട് രാജ്യസഭയുടെ ചെയർമാന് കൊടുക്കണം. രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാ? വൈസ് പ്രസിഡന്റിന് കൊടുക്കണം. ഇനി ഈ സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാനോ ഇത് ആർക്ക് കൈമാറും? ഒരു കമ്മിറ്റിക്ക് കൈമാറും, ഒരു 3 അംഗ കമ്മിറ്റിക്ക് കൈമാറും. ഈ 3 പേരെന്ന് പറഞ്ഞാൽ 2 സുപ്രീം കോടതി ജഡ്ജിമാരും ഒരു ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റും, നേരത്തെ പറഞ്ഞ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റും കൂടി ചേർന്ന ഒരു 3 അംഗ കമ്മിറ്റിയാണ് ഈ ഒരു പ്രമേയം പരിശോധിക്കുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ജഡ്ജി ഗിൽറ്റി ആണെന്ന്, കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഈ മോഷൻ പാർലമെന്റിലേക്ക് പോകും. അപ്പൊ പാർലമെന്റിൽ ഇതിനെന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റിയിൽ, പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഈച്ച് ഹൗസ്, രാജ്യസഭയിലും ലോക്സഭയിലും ഈ ഒരു പ്രമേയം എന്ത് ചെയ്യണം? പാസ്സാവണം. 2/3 മെജോറിറ്റി, അതിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ അത് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെയും എന്ത് ചെയ്തിട്ടില്ല? ഇംപീച്ച്മെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു കേസ് വന്നത് 1991-93 ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ജസ്റ്റിസ് വി രാമസ്വാമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലോക്സഭയിൽ ഒരു പ്രമേയം വന്നു. പക്ഷെ അത് ഇംപീച്ച്മെന്റ് വരെ എത്തിയിട്ടില്ല. ഇനി ആർട്ടിക്കിൾ 124 5ാമത്തെ സെഷൻ, അതിൽ പറയുന്നത് പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രൊസീജിയർ, ഈ സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവൽ ചെയ്യുന്ന പ്രൊസീജിയർ നിയന്ത്രിക്കാൻ, നിയമപ്രകാരം നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 124 5ാമത്തെ സെഷൻ. ഇനി ഇത് ആർട്ടിക്കിളായിട്ട് ചോദിക്കാലോ. ഇനി ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 ഒരു ജഡ്ജസ് എൻക്വയറി ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് പാർലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു വേണ്ടി ഈ റിമൂവലിന്റെ ഒരു പ്രൊസീജിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാലറിയും അലോവൻസും പെൻഷനും ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇത് പറയുന്നത് ആർട്ടിക്കിൾ 125 ആർട്ടിക്കിൾ 125 പറയുന്നത്. ഇനി ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിയും പെൻഷനും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്ന ആരാണ്? പാർലമെന്റ് ആണ്. ഓക്കെ, ഇനി ഇത് എവിടുന്നാണ് കൊടുക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 3 ടൈപ്പ് ഫണ്ട് ഉണ്ട്. കൺസോളിഡേറ്റഡ് ഉണ്ട്, കോണ്ടിൻജൻസി ഫണ്ട് ഉണ്ട്, പബ്ലിക് ഫണ്ട് ഉണ്ട്.
പബ്ലിക് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്, ജഡ്ജിമാരുടെ സാലറി കൊടുക്കുന്നത്. കനോട്ട് ബി വാരിഡ്. ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ സർവീസ് കാലയളവിൽ ഈ ഒരു തുകയ്ക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഒന്നും വന്നില്ലെങ്കിൽ ഒരു മാറ്റവും ഇതിനുണ്ടാവില്ല. ഇനി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സാലറി എന്ന് പറയുന്നത് 2.8 ലാക്ക് ആണ്. ഒരു ജഡ്ജിയുടെ സാലറി എന്ന് പറയുന്നത് 2.5 ലാക്ക് ആണ്. ഇനി പെൻഷൻ എന്ന് പറയുന്നത് 50% ഓഫ് ദെയർ ലാസ്റ്റ് ഡ്രോൺ സാലറി. അവസാനത്തെ സാലറിയുടെ പകുതിയായിരിക്കും അവർക്ക് പെൻഷൻ ആയിട്ട് കിട്ടുക. ഇനി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ആർട്ടിക്കിൾ 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത്. ആരാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്? എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് വേക്കന്റ് ആയിരിക്കും. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ആരെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരുന്നത്? ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരുന്നത്. ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് വേക്കന്റ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ടെമ്പററിലി ആബ്സെന്റ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യും. ആര് അപ്പോയിന്റ് ചെയ്യും? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജിയാണ് അപ്പോയിന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ മറ്റൊരു ജഡ്ജിയെ പ്രസിഡന്റ് ഒരു ടെമ്പററി പീരീഡിലേക്ക് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. അതിനെ നമുക്ക് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് വിളിക്കാം. ഇനി അഡ്ഹോക് ജഡ്ജസ്. അഡ്ഹോക് ജഡ്ജസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 127 വരുന്നത്. ഇത് കോറം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ കോറം എന്ന് പറഞ്ഞാൽ? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നെസസറി ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് എ ഗ്രൂപ്പ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ആവശ്യത്തിന് ജഡ്ജസ് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് ഹൈക്കോർട്ടിലെ ജഡ്ജസിനെയാണ് വിളിക്കാം. സുപ്രീം കോടതിയിൽ ആവശ്യത്തിന് ജഡ്ജില്ല, അപ്പൊ ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ എന്ത് ചെയ്യും? സുപ്രീം കോടതിയിലേക്ക് വിളിക്കും. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം? നമ്മളിപ്പം സുപ്രീം കോടതിയിലെ ജഡ്ജില്ല, അപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ വിളിക്കുന്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് അവിടുത്തെ ജഡ്ജിനെ ഇങ്ങോട്ട് വിളിക്കുന്നത്, സുപ്രീം കോടതിയിലേക്ക് വിളിക്കാം. അത് മാത്രമല്ല, പ്രസിഡന്റിന്റെ ഒരു പ്രീവിയസ് കൺസെന്റും ഇതിനാവശ്യമുണ്ട്. ടെമ്പററി പീരീഡിലേക്കാണ്. അത് മാത്രമല്ല, ഈ വിളിക്കുന്ന ഹൈക്കോടതി ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, 5 വർഷത്തോളം ഹൈക്കോർട്ടിൽ ജഡ്ജി ആയിട്ടോ അല്ലെങ്കിൽ 10 വർഷം വക്കീലായിട്ടോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി റിട്ടയർഡ് ജഡ്ജസ്. ആർട്ടിക്കിൾ 128 ഇത് വരുന്നത്. ഇതെന്താന്ന് വെച്ചാല്, നമ്മൾ പറഞ്ഞു 65 വയസ്സായാലും ഒരു സുപ്രീം കോടതി ജഡ്ജി റിട്ടയർ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കാലയളവ് കഴിഞ്ഞാൽ 65 വയസ്സിന് ശേഷം റിട്ടയർ ആയ ഒരു ജഡ്ജിയെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ജഡ്ജായിട്ട് തുടരാൻ വേണ്ടിയിട്ട് വിളിക്കാം. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെയും ഇതുപോലെ സുപ്രീം കോടതിയിലേക്ക് ക്ഷണിക്കാൻ പറ്റും. പക്ഷേ ഇത് നടക്കണമെങ്കിൽ ആദ്യം പ്രസിഡന്റിന്റെ ഒരു പ്രീവിയസ് കൺസെന്റ് വേണം. അത് മാത്രമല്ല, ഈ വ്യക്തിയുടെ, അതായത് റിട്ടയർ ആയി പോയ ആ വ്യക്തിയുടെ ഒരു സമ്മതം കൂടി ഇതിന് വേണം. ഇനി നമ്മുടെ സുപ്രീം കോടതി എവിടെയാണുള്ളത്? സീറ്റ് എവിടെയാണുള്ളത്? ഡൽഹിയിലാണ്. അത് പറയുന്ന ആർട്ടിക്കിൾ 130 അങ്ങനെ പറയുന്നത്. അപ്പോ ബട്ട് വിത്ത് ദ അപ്രൂവൽ ഓഫ് പ്രസിഡന്റിന്റെ അപ്രൂവലോട് കൂടി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു സുപ്രീം കോടതിയുടെ പ്ലേസ് ആക്കാൻ പറ്റും. എങ്ങോട്ടേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഓക്കെ, 130 ഓർത്തു വെക്കാം. പ്രൊസീജിയർ ഓഫ് ദ കോർട്ട്. ഈ സുപ്രീം കോടതി നമ്മുടെ കോർട്ടിന്റെ പ്രൊസീജിയർ ഒക്കെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രസിഡന്റിന്റെ അപ്രൂവലോട് കൂടി സുപ്രീം കോടതിയുടെ പ്രൊസീജിയറിന്റെ നിയമങ്ങൾ ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? സുപ്രീം കോടതിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷനെ 3 ഫോൾഡ് ആയിട്ടാണ് പറയാറുള്ളത്. ഏതൊക്കെയാ? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അപ്പം നോക്കാം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 131 ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. ഇത് എങ്ങനെയാണ്? ഇപ്പൊ ഒരു സെന്ററും ഒന്നിലധികം സ്റ്റേറ്റുകളും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. അപ്പൊ ആ കേസ് എങ്ങോട്ടാ പോവാ? സുപ്രീം കോടതിയിലേക്കാണ് പോവുക. അത് നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകും. അതെന്താണ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. അല്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും സെന്ററും വേറെ സ്റ്റേറ്റുകളും തമ്മിലുള്ള തർക്കം. അപ്പൊ ഇങ്ങനത്തെ തർക്കങ്ങളൊക്കെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പ്രകാരം ഡയറക്റ്റ് ഇങ്ങോട്ട് പോകും, സുപ്രീം കോടതിയിലേക്ക് പോകും. ഇനി റിട്ട് ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 32 റിട്ട് ജൂറിസ്ഡിക്ഷൻ വരുന്നത്. അപ്പൊ ഇതിനെ ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എവറി ഇൻഡിവിജ്വൽ ഹാസ്, ഏതൊരു പൗരനും അവരുടെ
ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഡയറക്റ്റ് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് എന്ത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഇനി കോർട്ട് ഇഷ്യൂ, അപ്പോൾ എന്ത് ചെയ്യും, കോർട്ട് റിട്ടുകൾ പുറത്തിറക്കും. റിട്ടുകളെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇനി 5 റിട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, ക്യുവ വാറന്റ് ഓഫ് പ്രൊഹിബിഷൻ, സെർഷ്യോറാറി. ഇനി അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ആർട്ടിക്കിൾ 132 അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ വരുന്നത്. സുപ്രീം കോർട്ട് ഹിയേഴ്സ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ജഡ്ജ്മെന്റ്സ് ഓഫ് ദ ലോവർ കോർട്ട്. എന്നുവെച്ചാൽ ലോവർ കോർട്ടിൽ നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകാൻ പറ്റും. ഓക്കെ, 4 തരത്തിലുള്ള അപ്പീൽ ഉണ്ട്. അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, ഭരണഘടനാപരമായ കാര്യങ്ങളിൽ വരുന്ന അപ്പീൽ. അതുപോലെ അപ്പീൽസ് ഇൻ സിവിൽ മാറ്റേഴ്സ്, സാധാരണ തർക്കങ്ങളൊക്കെ വരുന്ന സിവിൽ മാറ്റേഴ്സിൽ വരുന്ന ആർട്ടിക്കിൾ 133 അത് വരുന്നത്. അതുപോലെ അപ്പീൽസ് ഇൻ ക്രിമിനൽ മാറ്റേഴ്സ് ആർട്ടിക്കിൾ 134. അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് ആർട്ടിക്കിൾ 136. ഓർത്ത് വെച്ചാൽ മതി. ഇനി അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഇത് ആർട്ടിക്കിൾ 143 അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ വരുന്നത്. ഈ ഓതറൈസസ് ദ പ്രസിഡന്റ്, പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയുടെ അഡ്വൈസ് സീക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് അഡ്വൈസ് ചോദിക്കാൻ പറ്റും. പക്ഷെ അത് പ്രസിഡന്റിൽ ബൈൻഡഡ് അല്ല, എന്ന് വെച്ചാൽ അത് ചെയ്തേ പറ്റൂ എന്നല്ല, അഡ്വൈസ് ചോദിക്കാം, വേണമെങ്കിൽ എടുക്കാം. ഇനി പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ പവർ നോക്കുകയാണെങ്കിൽ ഒന്ന് കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന ജഡ്ജ്മെന്റ്സും പ്രൊസീഡിങ്സും ആക്ട്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പെർപെച്വൽ മെമ്മറി ആൻഡ് ടെസ്റ്റിമോണി. മറ്റൊരു കേസ് വരുവാണെങ്കിൽ പണ്ട് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. അത് സുപ്രീം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡഡ് ആണ്. അതുപോലെ ഇറ്റ് ക്യാൻ പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോടതി അലക്ഷ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷ കൊടുക്കാൻ ആർക്ക് പറ്റും? കോടതിക്ക് പറ്റും, സുപ്രീം കോടതിക്ക് പറ്റും. ഇനി പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഈ ജുഡീഷ്യൽ റിവ്യൂവിന്റെ ആർട്ടിക്കിൾസ് നോക്കുവാണെങ്കിൽ 3 ആർട്ടിക്കിൾസ് വരും. 13 വരും, 137 വരും, പിന്നെ 372 ഒന്നാമത്തെ സെഷനും വരും. അപ്പൊ ഇത് മൂന്നും 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യൽ റിവ്യൂ ആണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഒരു പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, അപ്പൊ നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ജുഡീഷ്യൽ റിവ്യൂ ആണ് ആർട്ടിക്കിൾ 13 വരുന്നത്. അതായത് ഒരു നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആർട്ടിക്കിൾ 137 എന്ന് പറയുന്നത് ഗ്രാൻസ് ദ സുപ്രീം കോർട്ട് ഒരു വിധി പ്രഖ്യാപിച്ചു, അപ്പൊ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ പവറിനെയാണ് ആർട്ടിക്കിൾ 137 പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി 372 സെഷൻ 1 വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുൻപ് എന്തുണ്ട്? നിയമങ്ങളുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുൻപുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 372 സെഷൻ 1. ഇനി ഫേമസ് കേസസ്, ഈ ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഫേമസ് കേസസ് ആണ്. ഗോലക്നാഥ് കേസ് 1967 വരുന്നത്. അതുപോലെ ബാങ്ക് നാഷണലൈസേഷൻ കേസ് 1970, പിന്നെ പ്രിവി പേഴ്സ് അബോളിഷൻ കേസ് 1971, കേശവാനന്ദ ഭാരതി കേസ് 1973, ഇമ്പോർട്ടന്റ് ആണത്. ഇനി മിനർവ മിൽസ് കേസ് 1980. ഇനി ആർട്ടിക്കിൾ 141 എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ടു ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ദ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കോർട്ടിന്റെയും ഏറ്റവും ടോപ്പിൽ വരുന്ന കോർട്ട് ഏതാ? സുപ്രീം കോടതിയാണ്. ഇനി ആർട്ടിക്കിൾ 143 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ് എന്നുവെച്ചാൽ അല്ലെങ്കിൽ കേസസ് റെഫേർഡ് ബൈ പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന കേസസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കേസസ് കേൾക്കുന്നത് 5 ജഡ്ജസിന്റെ ഒരു ബെഞ്ച് ആയിരിക്കും. ഇനി സാധാരണ കേസസ് ആണെങ്കിൽ, ഇപ്പോൾ അതർ കേസസ് ആണെങ്കിൽ ഒരു സിംഗിൾ ബെഞ്ച് അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ആയിരിക്കും കേസ് കേൾക്കുന്നുണ്ടാവാം. ഇനി ആർട്ടിക്കിൾ 144 വരുന്നത് ഓൾ അതോറിറ്റീസ് സിവിൽ ജുഡീഷ്യൽ ഇൻ ഇന്ത്യ ടു ആക്ട് ഇൻ നീഡ് ഓഫ് സുപ്രീം കോർട്ടാണ്. ഇനി അടുത്തൊരു ടേമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി. ഇത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഈ പൊതു താല്പര്യ ഹർജിയും നേരത്തെ നമ്മൾ റിട്ടിൽ പറയുന്ന ഹേബിയസ് കോർപ്പസ് പോലെ തന്നെയാണ് ഇത് പൊതു താല്പര്യ ഹർജിയും. ഇത് മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാൾ കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ഒന്നുകിൽ സാമ്പത്തികമായിട്ട് അദ്ദേഹം പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൃത്യമായിട്ട്, അതായത് കോടതിയെക്കുറിച്ചും നീതിന്യായത്തെക്കുറിച്ചും ഒക്കെയുള്ള ഇഗ്നോറൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയതുകൊണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കോടതിയെ നേരിട്ട് സമീപിക്കാൻ പറ്റാത്ത ഒരാൾക്കോ ഒരു കൂട്ടം ആളുകൾക്കോ വേണ്ടി മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കോടതിയെ സമീപിക്കുന്നതിനെയാണ് നമ്മൾ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കയിലാണ്
ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1918 ഓർത്തു വെക്കുക. അപ്പൊ എന്താണെന്ന് ഓർത്തു വെക്കുക.